4 ജീവൻ രക്ഷിക്കാനിറങ്ങിയ ഒരു കൂട്ടം പോലീസുകാരുണ്ട് അങ്ങ് കാസർഗോഡ് ബേക്കലിൽ. ആത്മഹത്യ ചെയ്യാനെത്തിയ 3 കുഞ്ഞുങ്ങളടങ്ങിയ ഒരു കുടുംബത്തെയാണ് ഇവർ ബോധവൽക്കരണം കൊടുത്ത ശേഷം മടക്കി അയച്ചത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കണ്ണൂർ കുടിയാൻമല സ്വദേശിയായ യുവാവും 3 മക്കളും ചേർന്ന് ബേക്കലിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. എന്നാൽ ബേക്കൽ പോലീസിൻ്റെ അവസരോചിതമായ ഇടപെടലിൻ്റെ ഭാഗമായി അവർക്ക് ആത്മഹത്യ ചെയ്യാൻ സാധിച്ചില്ല. യുവാവ് ഭാര്യയുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് അതിൽ നിർണായകമായി മാറിയത്. അന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടി. അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യയെ വീഡിയോ കോൾ വിളിച്ച് ഈ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന അതാണ് കടലിൻ്റെ ഒരു പിക്ചറൊക്കെ കാണിച്ച് ഭാര്യയെ വിളിച്ച് പറയുകയും ആ വിവരം ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്ത് ഭാര്യ കുടിയാൻമല പോലീസിൽ അറിയിച്ചു. കുടിയാൻമല പോലീസിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം നമ്മളതിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് സംഭവം കറക്റ്റാണ്. നമ്മുടെ ലിമിറ്റിലുള്ള പള്ളിക്കര ബീച്ച് പരിസരത്താണ് കിട്ടിയത്. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ആ കിട്ടിയ വിവരങ്ങൾ വെച്ച് അവിടെ ചാർജുള്ള ASI സുനിലിന് വിവരം കൈമാറുകയും ബാക്കി അവിടെയുള്ള നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് വളരെ കൃത്യമായി ഇടപെട്ട് അതിന് വേണ്ടിയിട്ടുള്ള കണ്ടെത്താനും ബാക്കിയുള്ളവരെ സെക്യൂറായി അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനും പറ്റിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി പറ്റി. സാറേ, അവിടെ പോയി കഴിഞ്ഞ സമയത്ത് സാർ കണ്ട കാഴ്ച എന്തായിരുന്നു? ബീച്ചിൽ പോകുന്ന സമയത്ത് റെഡ് ബീച്ചിൽ കുറേ അകലത്ത് നിന്ന് ഒരു ആളും അതുപോലെ 3 കുട്ടികളും നടന്നു വരുന്നുണ്ട്. ആ നടന്നു വരുന്ന സമയത്ത് തന്നെ ഇയാൾ ഫോണ് കോൾ ചെയ്തിട്ടാണ് വരുന്നത്. വളരെ ഉച്ചത്തിൽ സംസാരിച്ചിട്ട് അടുത്തെത്തി. ഞാൻ സ്കൂട്ടി അവിടെ നിർത്തി. അടുത്തെത്തിയ സമയം സ്വന്തം ഭാര്യയെ വാട്സപ്പ് കോള് വിളിക്കുമായിരുന്നു. അവർ വളരെ ഉച്ചത്തിൽ സംസാരിക്കുമായിരുന്നു. ഭാര്യയോട് വളരെ ദേഷ്യത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാറിൽ കുടിയാൻമലയിൽ നിന്ന് വന്നിട്ട് അവിടെ നമ്മളെ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ മുമ്പിൽ കാറ് വെച്ച് ഇവർ നടന്നു പോകുമായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ ഭാര്യയോട് എന്തോ ദേഷ്യത്തിൽ അവർ മുമ്പ് വിരോധം എന്തോ തമ്മിൽ പ്രശ്നമുള്ളതായിട്ടാണ് ഇത് അവരെ വിളിയിൽ എനിക്ക് തോന്നിയത്. കൃത്യമായ ഇടപെടൽ കൊണ്ടൊരു കുടുംബത്തിൻ്റെ ജീവൻ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയല്ലേ? അതെ, തീർച്ചയായും. എന്താ വെച്ചാൽ അവരുടെ മക്കളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവർ ഭാര്യയോട് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നുണ്ട്. എന്താ വിഷയം എന്ന് ഞാൻ കൂടുതൽ ചോദിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഉടനെ അയാളോട് ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു, കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ ആരോഗ്യ വകുപ്പിൽ ജീവനക്കാരനാണെന്ന് പറഞ്ഞു. 3 കുട്ടികളുണ്ട്, 11 വയസ്സ്, അതുപോലെ 9 വയസ്സ്. ഇളയ കുട്ടി പെൺകുട്ടിയാണ്, 6 വയസ്സുള്ള കുട്ടി. അങ്ങനെ വിളിച്ച് അയാളോട് കുറച്ച് സമാധാനപ്പെടുത്തിയിട്ട് അവരെ കാറിൻ്റെ അടുത്തേക്ക് വരുത്തുകയും ആ സമയത്ത് സ്റ്റേഷനിൽ നിന്നും എനിക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വിവരം വെച്ചിട്ട് ഇവിടുന്ന് പോലീസുകാരും എത്തിയിരുന്നു. ഞാൻ അവരെ ഇതാക്കുമ്പോഴേക്കും നമ്മുടെ പോലീസുകാരും സഹായത്തിന് അവിടെ ബീച്ചിൽ വന്ന് അവരെ കണ്ടെത്താനുള്ള ഏർപ്പാട് നാട്ടിലേക്ക് മടക്കി അയച്ചല്ലേ? അവരെ സ്റ്റേഷനിലേക്ക് അവരെ കാറിൽ തന്നെ നമ്മുടെ പോലീസുകാർ വന്ന് ഇവിടെ എത്തിച്ച് ഇവിടുന്ന് അവിടെ വേണ്ടുന്ന വിവരങ്ങളൊക്കെ അറിയിച്ച് വേണ്ടുന്ന ആൾക്കാരൊക്കെ വിവരം അറിയിച്ചിട്ട് അവരെ കൂടെ പറഞ്ഞു വിടുകയാണ്. അത്രയും കൃത്യമായി വേഗതയോട് കൂടിയുള്ള ആ ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായാണ് 3 കുഞ്ഞുങ്ങളടങ്ങുന്ന ആ ഒരു കുടുംബം ഇപ്പോഴും ജീവനോടുകൂടി ഇരിക്കുന്നത്. ഇത്തരം മാതൃകാപരമായ നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാവേണ്ടതായിട്ടുള്ളത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സാരംഗ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടൽ അത് ഏത് വിധത്തിൽ ഫലം കണ്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതേ തത്സമയം റിപ്പോർട്ടിൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വാർത്ത നമ്മൾ പറയുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്താണ് എന്ന് വെച്ചാൽ സിറ്റുവേഷനൊക്കെ ഏറെക്കുറെ സെയിം ആയിരിക്കും, പക്ഷേ ആ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ പല സംഭവങ്ങൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലേ. എത്രയെത്ര പരാതികൾ, എത്രയെത്ര ദൃശ്യങ്ങൾ. അപ്പോൾ ഈ വാർത്തയൊക്കെ നമ്മൾ പറയുമ്പോഴായിരിക്കും സ്വാഭാവികമായിട്ടും ഇത് കണ്ട് ജനങ്ങൾ പറയുന്നത്, ദാ കാക്കിയിട്ട് ഇങ്ങനെ ജനങ്ങളെ സേവിക്കാനുള്ളവർ മതി നമ്മുടെ പോലീസ് സേനയിൽ നിന്ന്. കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി എന്ന് മാത്രമല്ല, ബോധവൽക്കരണം കൊടുത്ത് അവരെ തിരിച്ച് പറഞ്ഞയച്ച് പുതിയൊരു ജീവിതത്തിലേക്കാണ് അവർ കൈപിടിച്ചുയർത്തിയത്. കാക്കിയിട്ട് ഗുണ്ടാപ്പണി ചെയ്യുന്ന ചില പോലീസ് സേമാന്മാരെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അവർ നടത്തുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെ സ്നേഹവും ബഹുമാനവുമുള്ള നല്ല ചില പോലീസുകാർ നമ്മുടെ സേനയ്ക്ക് ഉള്ളിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾക്ക് ബേക്കലിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.
നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബം പൂർണ്ണമായി ഇല്ലാതാവുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തർക്കത്തെ തുടർന്ന് ഒരു ചെറിയ തോതിലുള്ള തർക്കത്തെ തുടർന്ന് 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്യാൻ വരുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയ സമയത്ത് കൃത്യമായ ഇടപെടൽ നടത്താൻ ബേക്കൽ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ്. അത് ആ ടൂറിസം പോലീസിൻ്റെ ടീമാവട്ടെ, അവിടുത്തെ ഇൻസ്പെക്ടർ ആവട്ടെ, ASI ആവട്ടെ, അവരൊക്കെ തന്നെ കൃത്യമായൊരു ടീമായി ഒരു കോർഡിനേഷനോട് കൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കുടുംബം നമ്മുടെ ഭൂമുഖത്തുള്ളത് എന്നതിനെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും നല്ലൊരു മാതൃകയാണ്. കാരണം അവർക്ക് കൃത്യമായ ബോധവൽക്കരണവും കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവരെ അവരുടെ വാഹനത്തിൽ കയറ്റി നാട്ടിലേക്ക് അയക്കുകയല്ലേ ചെയ്യുന്നത്. ഈ കുടുംബത്തെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് മണിക്കൂറുകളോളം അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെയൊക്കെ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചതിന് ശേഷമാണ് അവരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ ജീവൻ്റെ രക്ഷകരായി മാറുന്നു എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളാണ് കണ്ണൂരിലെ മലയോര പ്രദേശത്ത് നിന്ന് കാസർഗോഡെത്തി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയിട്ടുള്ളത്. പിന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രേക്ഷകരെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നല്ല നല്ല പ്രവൃത്തി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ നമ്മൾ ഒരു പൊതുവിൽ ഒരേ കാഴ്ചപ്പാടോടുകൂടി എല്ലാവരും ശരിയാണ് സാരംഗ്. അത് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ പോലീസ് സേനയ്ക്ക് കളങ്കമേൽക്കുന്ന വിധം ഇങ്ങനെ മുന്നിൽ നിൽപ്പുണ്ട്. ശരിയാണ്. അപ്പോഴും ഇങ്ങനെയുള്ള കുറെ മനുഷ്യരും ആ സേനയിൽ ജോലി ചെയ്യുന്ന എന്നുള്ളതാണ്. അപ്പോൾ അവർ മാത്രം മതി, ഇങ്ങനെയുള്ള കുറെ മനുഷ്യർ മതി നമ്മുടെ സേന നല്ലതായി തന്നെ മുന്നിലേക്ക് പോകാനല്ലേ. കാക്കിയിട്ടാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ. സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം മതി നമുക്കിവിടെ.